പന്തലുള്ള കാലത്തോടെ വെള്ളമില്ലായിരുന്നല്ലോ. ഞാനിവിടെ MLA ആണ്. പന്തൽ പൊളിക്കുമ്പോൾ എന്നോട് പറയണ്ടേ? ഞാൻ പണിഞ്ഞു കൊടുത്ത് എൻ്റെ പൈസ കൊണ്ട് പണിഞ്ഞു കൊടുത്തല്ലേ. അത് പറഞ്ഞപ്പോഴും നിങ്ങളുടെ തറവാട് സ്വത്താണോ ചോദിക്കുക. തറവാട് സ്വത്താണ് MLA ആണ്. വണ്ടികളെല്ലാം പുറത്തിറക്കിയതിന് ശേഷമാണ് അധ്യാപകർ പോയത്. ഒരു കരി മണ്ണ് പോലും ഇവിടുന്ന് പോയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അമ്പലപ്പുഴയിൽ G. സുധാകരൻ MLAയും ഇടത് പഞ്ചായത്ത് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റം. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു സംഭവം. രൂക്ഷമായ തർക്കം പിന്നീട് സംഘർഷത്തിലും കലാശിച്ചു. അമ്പലപ്പുഴയിൽ സർക്കാർ സ്കൂളിൽ നിന്ന് മണ്ണ് കടത്തിയെന്ന പരാതി അന്വേഷിക്കാനെത്തിയ G. സുധാകരൻ MLAയും ഇടത് പഞ്ചായത്ത് അംഗങ്ങളും തമ്മിൽ വാക്കേറ്റം. നീർക്കുന്നം STV ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു സംഭവം. നീർക്കുന്നം STV ഗവൺമെന്റ് UP സ്കൂളിൽ കെട്ടിടം പൊളിച്ച ശേഷം ഇവിടെ നിന്ന് മണൽ കടത്തിയെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് G. സുധാകരൻ MLA സ്ഥലത്തെത്തിയത്. സുധാകരൻ പിന്നീട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തി. ഇതിനിടയിൽ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ CPM അംഗങ്ങളും PTA പ്രസിഡന്റ് S. പ്രശാന്ത് കുട്ടിയുടെ നേതൃത്വത്തിൽ PTA അംഗങ്ങളും ഇവിടെ എത്തി. സ്കൂളിൽ നിന്ന് മണൽ കടത്തിയെന്ന് പരാതി പറഞ്ഞ നസീബും സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. ഏറെ നേരം CPM അംഗങ്ങളും സുധാകരനുമായി വാക്കേറ്റമുണ്ടായി. ഇതിനിടയിലാണ് PTA പ്രസിഡന്റ് പ്രശാന്ത് S. കുട്ടി, പഞ്ചായത്ത് അംഗം ഹാരിസ്, നസീബ് എന്നിവരുമായി സംഘർഷമുണ്ടായത്. പിന്നീട് അമ്പലപ്പുഴ പോലീസ് എത്തിയ ശേഷമാണ് സ്ഥിതി ശാന്തമായത്. താൻ രാഷ്ട്രീയം പറയാൻ വന്നതല്ലെന്നും സ്കൂളിൽ എങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടായെന്നും സുധാകരൻ ചോദിച്ചു. മണ്ണ് വാരിക്കൊണ്ട് പോയി എന്ന് ആളുകൾ പറയുന്നു. ഇവിടെ വന്നവരല്ല, ഇവിടെ ഏതോ ഒരാളെ ഇദ്ദേഹത്തിന്റെ പരാതിയൊന്നും എനിക്കില്ല. എൻ്റെ അടുത്ത് ഓറലായിട്ടാണ് വിളിച്ചാണ് പറഞ്ഞത്. ഒരു പഴയ ബ്ലോക്ക് മെമ്പറാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നു, ഞാനൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അതിന് ഈ ബഹളം ഉണ്ടാക്കുകയും ഞാനൊരു രാഷ്ട്രീയം പറഞ്ഞില്ല. വെളിയിൽ നടത്തുന്ന പ്രസംഗങ്ങളെ പറ്റി ഇവിടെ പറയുകയാണ്. മനസ്സിലായോ? പേരൊന്നും പറയുന്നില്ല. 2 പേര് നിങ്ങൾ കണ്ടു. അവരെന്തിനാ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത്? ഞാൻ അവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് സ്കൂളിന് അവധി കൂടെ കൊടുത്താണ് സംശയം വരപ്പെട്ടത്. ഇവിടെ ഈ വെള്ളം കാരണം എങ്ങനെ ഇവിടെ വെള്ളം ഉണ്ടായി? ആ പന്തലുള്ള കാലത്തോടെ വെള്ളമില്ലായിരുന്നല്ലോ. ഞാനിവിടെ MLA ആണ്. പന്തൽ പൊളിക്കുമ്പോൾ എന്നോട് പറയണ്ടേ? ഞാൻ പണിഞ്ഞു കൊടുത്ത് എൻ്റെ പൈസ കൊണ്ട് പണിഞ്ഞു കൊടുത്തല്ലേ. അത് പറഞ്ഞപ്പോഴും നിങ്ങളുടെ തറവാട് സ്വത്താണോ ചോദിക്കുക. തറവാട് സ്വത്താണ് MLAക്ക് തോന്നിയാലല്ലേ കൊടുക്കുള്ളൂ. MLAക്ക് വേറൊരിടത്ത് കൊടുത്തൂടെ? യാതൊരു രാഷ്ട്രീയ ധാരണയോ വികസന ധാരണയോ ഇല്ലാതെ വെറും ഏത് വാർഡോടും പറയാം എന്ന് പറഞ്ഞ് ഒരു 5-10 പഞ്ചായത്ത് മെമ്പേഴ്സ് വന്ന് നിന്നിട്ട് അത് വേണം ഉണ്ടാക്കുക. അത്രയുള്ളൂ, വേറൊന്നുമില്ല. അതിലും എനിക്ക് വിരോധമൊന്നുമില്ല. അവർക്ക് അടുത്ത തവണ അവരൊക്കെ തോറ്റു പോകും. ഇപ്പം തന്നെ ഭൂരിപക്ഷമില്ല. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നത്. എനിക്കിവിടെ 10,000 വോട്ട് ഭൂരിപക്ഷമുണ്ട് ഇപ്പോഴും. അത് അവർ അംഗീകരിക്കുന്നില്ല. അത് ചോദിക്കാനാണ്. ഭൂരിപക്ഷമാണോ പ്രശ്നം? ഭൂരിപക്ഷമല്ലേ പ്രശ്നം. പാവപ്പെട്ട ജനങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നു. ഞാനിരിക്കുന്നില്ല. ഞാൻ ഇരിക്കാൻ വന്നതല്ലല്ലോ. ഞാൻ പോവാണ്. എനിക്ക് കിട്ടേണ്ട വില കിട്ടി, അത്രയേ ഉള്ളൂ. ഇത് ബന്ധപ്പെട്ട പല അധികാരികളും അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ബഹളത്തിൽ നിന്ന് മനസ്സിലായി. അല്ല, ഞാനത് അറിയത്തില്ല. അത് പരിശോധിക്കട്ടെ, ഗവൺമെൻറ് പരിശോധിക്കട്ടെ. ഇവിടുത്തെ എല്ലാ നിർമ്മാണവും പരിശോധിക്കട്ടെ. അതൊക്കെ ഞാനിവിടെ ഇരിക്കുന്നതല്ലേ. എനിക്ക് കത്തൊക്കെ എഴുതുന്നത് അത് എഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ പേരൊന്നുമല്ല എഴുതാൻ പോണേ. ഇവിടെ ഒരു MLA വന്ന് ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ കൂടോടെ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ പോകുകയും ഞാൻ അവരോടൊന്നും സംസാരിച്ചില്ല. സംസാരം അത് എന്തിനെന്നുള്ളതാണ്. അത് പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചപ്പോൾ അവർ കുറേ ആളെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. പഞ്ചായത്ത് മെമ്പർമാർ. ആ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇവിടെ എന്താ പ്രശ്നം? അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? അവരെന്തിനാണ് ഇത് ഗവൺമെൻറ് കൊടുത്തതല്ലേ പഞ്ചായത്തിന്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്തിനും ബഹളം ഉണ്ടാക്കി. ആ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ സംശയം വന്നത്. എന്നാൽ സ്കൂളിൽ നിന്ന് മണൽ ആരും കൊണ്ടുപോയിട്ടില്ലെന്നും സ്കൂളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. ഇല്ലാതെ ഒരു ദിവസം പോലും ഇവിടുന്ന് വേസ്റ്റ് കൊണ്ടുപോയിട്ടില്ല. ശനി ഞായർ ദിവസങ്ങളിൽ അധ്യാപകർ കൃത്യമായ ഡ്യൂട്ടിയിൽ, അതായത് ഈ വേസ്റ്റ് എടുക്കുന്ന ആളുകൾ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെയും അധ്യാപകർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു.
ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും അധ്യാപകർ 7 മണിവരെയും നിന്ന് വണ്ടികളെല്ലാം പുറത്തിറക്കിയതിന് ശേഷമാണ് അധ്യാപകർ പോയത്. ഒരു കരി മണ്ണ് പോലും ഇവിടുന്ന് പോയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല, അങ്ങനെ പോയിട്ടുമില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചതെന്നും ഇവർ പറഞ്ഞു. കളക്ട്രേറ്റിൽ അറിയിച്ചു, അതിനുശേഷമാണ് അവധി കൊടുത്തിരിക്കുന്നത് സ്കൂളിന്. അപ്പോൾ ഇതിന് പകരം വേറൊരു ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് 18-ാം തീയതിയാണ്. അത് AUയിൽ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചറിയിച്ചത് ഇവിടുന്ന് മണ്ണ് കടത്തുന്നതിന് പഞ്ചായത്തും ഇവിടുത്തെ PTA കൂട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത് ഇത് അനുവാദമില്ലാതെ കെട്ടിടം പൊളിക്കുന്നു എന്നുള്ളതാണ്. ഇത് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപഡയറക്ടറുടെ പൊളിച്ചു മാറ്റുന്നതിനുള്ള ഉത്തരവാണിത്. ഇത് പൊളിച്ചു മാറ്റാനുള്ള കാരണം ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഓഡിറ്റോറിയം അതിനുള്ളിൽ ക്ലാസ് റൂം നിർമ്മിക്കുന്നതിന് വേണ്ടി മുൻ MLA HSLA ഫണ്ട് അനുവദിച്ചിരുന്നു. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുന്നതിന് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നുള്ള കത്ത് നമുക്കുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതിന് 1,10,000 രൂപയാണ് വിലയിട്ടത്. അത് ലേലം ചെയ്ത് 4,60,000 GST അടക്കം 4,60,000 രൂപയ്ക്ക് ലേലം ചെയ്ത് ഒരു കരാറുകാരനെടുത്ത് അതിൻ്റെ ഇത് പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു വസ്തുവും അനാവശ്യമായി ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ CCTV ഉണ്ട്. പിന്നീട് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സുധാകരൻ മടങ്ങിയത്.